ഇത് ഏത് ഇന്ത്യയാണ്? ജന്തർ മന്ദറിൽ സമരം ചെയ്തവർക്കായി ഭക്ഷണവും വെള്ളവും നൽകിയ ജുനൈദ് ഇത്ര വലിയൊരു കുറ്റം എന്തായിരുന്നു? വിശന്നിരിക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്തു, സമരക്കാരന് വെള്ളം കൊടുത്തു, മനുഷ്യത്വം കാണിച്ചു, ഇതാണോ? പക്ഷേ അതിന് പിന്നാലെ ജുനൈദ് നേരിട്ടതായി ആരോപിക്കപ്പെടുന്ന തടങ്കൽ, ചോദ്യം ചെയ്യൽ, കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യൽ, വീടുകളിലെ പോലീസ് നടപടികൾ, ഇതെല്ലാം ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ ഗുരുതരമായ ചോദ്യങ്ങളാണ്. ഭക്ഷണം കൊടുത്തതിൻ്റെ പിന്നിലെ പണം എവിടെ നിന്നെന്ന് ചോദിക്കാൻ ഇത്രയും വലിയ അധികാര പ്രയോഗം ആവശ്യമുണ്ടോ? അപ്പോൾ ചോദിക്കട്ടെ, ജുനൈദിൻ്റെ പേര് ജുനൈദ് അല്ലായിരുന്നെങ്കിലോ? ഇത്രയും സംശയം ഉണ്ടാകുമായിരുന്നോ? അയാളുടെ പേര് മറ്റൊരു മതത്തിൻ്റെ പേരായിരുന്നെങ്കിൽ ഇതേ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുമായിരുന്നോ? ഇവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. മുസ്ലിം ആയതുകൊണ്ട് ഒരാളുടെ ദേശസ്നേഹം സംശയിക്കപ്പെടേണ്ടതുണ്ടോ? മുസ്ലിം ആയതുകൊണ്ട് ഒരാൾ ആദ്യം തൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കേണ്ടതുണ്ടോ? മുസ്ലിം ആയതുകൊണ്ട് ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടോ? ഇത് സെക്യുലർ ഇന്ത്യയാണ്. ഇവിടെ ഒരാളുടെ മതം അവൻ്റെ കുറ്റപത്രമല്ല, അവൻ്റെ പേര് ഒരു സംശയത്തിൻ്റെ തെളിവല്ല. അവൻ്റെ താടി, തൊപ്പി, വസ്ത്രം, ഭക്ഷണം, മതപരമായ തിരിച്ചറിയൽ, ഇവയൊന്നും അവനെ രാജ്യത്തിന് മുന്നിൽ പ്രതിയാക്കാനുള്ള ലൈസൻസ് അല്ല. ഇതിലും വിചിത്രമായ കാഴ്ചയാണ് മറ്റൊന്ന്. സ്വയം നിയമപാലകരുമല്ല, ഭരണഘടനാപരമായ അധികാരികളുമല്ല, ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമല്ലാത്ത ചില രാഷ്ട്രീയ കീടങ്ങൾ മുസ്ലിങ്ങളോട് നിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. ആരാണ് അവർക്കത് ചോദിക്കാനുള്ള അധികാരം നൽകിയത്? ഇന്ത്യൻ പൗരൻ്റെ ഐഡൻറ്റിറ്റി പരിശോധിക്കാൻ ഭരണഘടനയുണ്ടോ? നിയമമുണ്ടോ? അധികാരമുള്ള സംവിധാനങ്ങളുണ്ടോ? അതെ. പക്ഷേ വഴിയിലൂടെ പോകുന്ന ഒരു മുസ്ലിമിനെ നിർത്തി നീ ആരാണ്, എവിടെ നിന്നുള്ളതാണ്, നിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുക എന്ന് മതത്തിൻ്റെ പേരിൽ അധികാരം കയ്യിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ മുസ്ലിം ആണെങ്കിൽ ആദ്യം തെളിയിക്കണം എന്നൊരു വകുപ്പ് എവിടെയുണ്ട്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടാൻ പോരാടിയവരോട് അവരുടെ മതം ചോദിച്ചിട്ടാണ് അവർ ഇന്ത്യക്കാരായിരുന്നത്. ഈ രാജ്യം ആരുടെയും അപ്പൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഹിന്ദുവിനും ഇന്ത്യ, മുസ്ലിമിനും ഇന്ത്യ, ക്രിസ്ത്യാനിക്കും ഇന്ത്യ, സിഖിനും ഇന്ത്യ, ദളിതിനും ഇന്ത്യ, ആദിവാസിക്കും ഇന്ത്യ. ഭരണഘടന അംഗീകരിച്ച പൗരത്വത്തിനു മേലിൽ ഒരു മതത്തിനും നിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന അധികാരമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി വ്യക്തമായി പറയാം. മുസ്ലിമിനെ അപമാനിച്ചാൽ മിണ്ടാതിരിക്കില്ല, മുസ്ലിമിനെ തെരഞ്ഞുപിടിച്ചാൽ മിണ്ടാതിരിക്കില്ല, മതത്തിൻ്റെ പേരിൽ സംശയിച്ചാൽ മിണ്ടാതിരിക്കില്ല, നിയമം ഇരട്ടത്താപ്പായി ഉപയോഗിച്ചാൽ മിണ്ടാതിരിക്കില്ല, അധികാരത്തിൻ്റെ പേരിൽ പകവേട്ടാൻ ശ്രമിച്ചാൽ മിണ്ടാതിരിക്കില്ല. ഞങ്ങളുടെ പ്രതിഷേധം ഒരു മതത്തിനെതിരെയല്ല, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അളക്കുന്ന മനോഭാവത്തിനെതിരെയാണ്. ഭരണഘടനയ്ക്ക് മുകളിൽ മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ അഹങ്കാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ്. നിയമത്തേക്കാൾ രാഷ്ട്രീയ വിദ്വേഷത്തിന് വില നൽകുന്ന സമീപനത്തിനെതിരെയാണ്. ജുനൈദിന് നീതി വേണം. അതുപോലെ മതം നോക്കാതെ ഓരോ ഇന്ത്യൻ പൗരനും ഒരേ നിയമവും ഒരേ സംരക്ഷണവും ഒരേ നീതിയും വേണം. കാരണം ഇന്ന് മുസ്ലിം ആയതുകൊണ്ട് ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ നാളെ നീ ആരുടെ പക്ഷത്താണ് എന്ന് മറ്റൊരാളോട് ചോദിക്കും. അതിനുശേഷം നീ ഞങ്ങളോടൊപ്പം അല്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റൊരാളെയും വേട്ടയാടും. അവിടെ ജനാധിപത്യം മരിക്കും. അതുകൊണ്ട് ഈ ചോദ്യം ഇന്ന് തന്നെ ചോദിക്കണം. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി ചോദിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി മതമല്ല, ഭരണഘടനയാണ്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഭയമല്ല, അവകാശമാണ്. ഞങ്ങളുടെ മറുപടി വിദ്വേഷമല്ല, നീതിയാണ്. പക്ഷേ അനീതിക്ക് മുന്നിൽ ഞങ്ങളുടെ മൗനം പ്രതീക്ഷിക്കേണ്ട. ഇത് ഇന്ത്യയാണ്. ഇവിടെ പൗരൻ്റെ മതം ചോദിച്ചാൽ അവകാശം നൽകേണ്ടത് പൗരനാണെന്ന് ഒറ്റ കാരണത്താൽ അവകാശം നൽകണം. ജയ് ഭരണഘടന, ജയ് ജനാധിപത്യം, ജയ് നീതി.